സ്ത്രീ അനുഭവിക്കുന്ന വിഷമം അല്ലെങ്കിൽ ട്രോമ എന്താണെന്നത് സ്ത്രീകൾക്കേ മനസ്സിലാവുള്ളൂ. അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ. അനുഭവിച്ച ആൾക്കാർക്ക് അത് മനസ്സിലാവുമായിരിക്കും, അല്ലാത്തവർക്ക് ഇതിനകത്ത് എന്തിരിക്കുന്നത്, ഇത് ഭയങ്കര സിമ്പിളായി, ഇത് നമ്മളൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ കാഷ്വലി പറയുന്നതല്ലേ, ആയിക്കോട്ടെ, നിങ്ങൾ കാഷ്വലി പറയുന്ന കാര്യമായിരിക്കും, അതൊന്നും നമ്മളെ ബോധർ ചെയ്യുന്ന കാര്യമല്ല. പക്ഷേ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ, നമ്മുടെ അപ്പൻ നമ്മുടെ മുഖത്ത് നോക്കി നമ്മൾ ബോഡി ഷെയിം ചെയ്താൽ എങ്ങനെ ഇരിക്കും, അല്ലെ നമ്മുടെ ഇന്നർ വെയറിനെ കുറിച്ച് സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും, അത് നമുക്ക് സഹിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ അടുത്ത ആള് എന്ന് കരുതുന്ന ഒരാള് നമ്മളെ വേറൊരു രീതിയിൽ കാണുന്നത് നമുക്ക് ആക്സെപ്റ്റബിൾ അല്ല. അതേ ഞാൻ എനിക്കത് ആക്സെപ്റ്റബിൾ അല്ല, ഞാൻ അതിനെ എതിർക്കും. അത് നിങ്ങൾ എത്രയൊക്കെ നിലനിൽക്കില്ല എന്ന് പറയുന്ന കേസാണെങ്കിലും, എത്ര ഇതാണെന്ന് പറഞ്ഞാൽ എൻ്റെ കോടതിയിൽ ഞാൻ വിജയിച്ചാണ് നിൽക്കുന്നത്. എൻ്റെ കോടതിയിൽ എനിക്ക് എൻ്റെ സെൽഫ് റെസ്പെക്റ്റാണ് വലുത്. അവിടെ ഞാൻ വിജയിച്ചു തന്നെയാണ് നിൽക്കുന്നത്. എന്നോട് ശരിയല്ല എന്ന്, എന്നോട് ചെയ്തൊരു പ്രവൃത്തി ശരിയല്ല എന്ന് തോന്നി ഞാൻ അതിനെ എതിർത്തു. അത് എത്ര വലിയ കൊമ്പന്മാരായാലും അവരെത്ര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഞാൻ എതിർക്കുക തന്നെ ചെയ്യും. ഇപ്പം നമ്മൾ ഈ പവർ ഗ്രൂപ്പിനെ പറ്റിയിട്ടൊക്കെ ചേച്ചി സംസാരിച്ചിട്ടുണ്ടല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പവർ ഗ്രൂപ്പിലുള്ള ആളുകളെ പറ്റി, അല്ലെങ്കിൽ അവർ ഇതിനു വേണ്ടി ഈ ഒരു ബാക്കിലിരുന്നിട്ട് ചെയ്യുന്ന ആളുകൾ, ഞാൻ പറയുന്നത് താരരാജാക്കന്മാരെ പറ്റിയോ അങ്ങനെയുള്ള ആളുകളെ പറ്റിയിട്ടല്ല, ഇതല്ലാതെ ഇതിന് ബാക്കിലിരുന്ന് ചരട് വലിക്കുന്നത് ആരാണ് എന്നതിനെ പറ്റിയിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും അറിവുണ്ടോ? കൃത്യമായ ബോധമുണ്ട് എനിക്ക്, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളതെന്നും ആരൊക്കെയാണ്. കാര്യം ഞാൻ അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാളായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ ഒരാളാണെന്ന് അല്ല എൻ്റെ അർത്ഥം. ഞാൻ ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ സിനിമ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിൽ ആക്റ്റീവ് പ്രൊഡ്യൂസേഴ്സിന്റെ കൂട്ടത്തിൽ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് നടക്കുന്നതെന്നും അവിടെ ആരൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെന്നും എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന പ്രവൃത്തികളെന്നും നമുക്ക് കൃത്യമായിട്ടറിയാം. ഞാൻ പറഞ്ഞില്ല, ഇപ്പം അവരുടെ ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും തന്നെ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ആൾക്കാർ എന്നെ വിളിച്ച് പറയാറുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ്? അതിൻ്റെ കാരണം നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഒരാൾ തന്നെയായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള, അതായത് അധികാരം പിടിച്ചു വയ്ക്കാൻ വേണ്ടിയും മണി ലോണ്ടറിങ് നടത്താൻ വേണ്ടിയിട്ടും ഒക്കെ ഒരു പ്രൊഫഷനെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കണ്ണടച്ച് നിൽക്കാൻ പറ്റില്ല. അത് ഞാൻ പലപ്പോഴും എതിർത്തിട്ടുണ്ട്. നമ്മൾ പബ്ലിക്കായിട്ട് വന്ന് പല കാര്യങ്ങളും പറഞ്ഞു എന്ന് വരില്ല. ഞാൻ പലപ്പോഴും പല ഹിൻറ്റുകളും തന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ അവരെ അസോസിയേഷനിലും നേരിട്ട് കാണുമ്പോഴും ഒക്കെ വ്യക്തമായി എൻ്റെ എതിരഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ശരിയല്ല എന്ന് ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അത് തന്നെയാണ് എന്നോടുള്ള ദേഷ്യത്തിനുള്ളൊരു കാരണവും. അപ്പോൾ ഈ ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്ന സിനിമയെക്കാളും അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനേക്കാളും ഒക്കെ മുമ്പേ തന്നെ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്നാണോ അപ്പോൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ എനിക്ക് ഉപദ്രവമുണ്ട്. അത് ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. ഇപ്പം പേരിനെ ഒരു സ്ത്രീ നിർത്തിയിട്ട് ചുറ്റും ആണുങ്ങളെ നിർത്തി ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് ആ പ്രശ്നം വരില്ല. കാര്യം ആണുങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാനായിട്ട്. ഇത് എൻ്റെ കാര്യം അങ്ങനെയല്ല, ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. A to Z കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. അപ്പോൾ അത് മറ്റുള്ളവർക്കത് എണ്ണിപ്പെറുക്കലായിട്ടും കരച്ചിലായിട്ടും പിടിച്ചിലായിട്ടും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിയെടുത്താൽ പോരെന്നും ഒക്കെ ചോദിക്കാം. പക്ഷേ എൻ്റെ പ്രൊഫഷൻ ഇതാണ്, ഞാൻ ഇവിടെ തന്നെ നിൽക്കും, ഞാൻ ഇവിടെ തന്നെ സിനിമ ചെയ്യാനാണ് വന്നത്. പക്ഷേ എന്നോട് കാണിക്കുന്ന അനീതിക്ക് ഞാൻ തിരിച്ചു പറയും, ഞാൻ അതിനെ എതിർക്കും. പക്ഷെ ഞാൻ സിനിമ ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഫ്രൈഡേ ഫിലിം ഹൗസിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അതിൻ്റെ പാർട്ട്ണറുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ചേച്ചി സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഹൗസ് ആരംഭിക്കുന്നു. അപ്പോൾ ആ സമയത്തുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും എന്തെങ്കിലും ഒരു സ്വാധീനം കൂടി, അവരുടെ ഭാഗത്തു നിന്നുള്ള സ്വാധീനം കൂടിയാണോ ഇത്തരം പ്രശ്നങ്ങൾക്ക്? അതും ഇതുമായിട്ടൊന്നും കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല. അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അതുവേ എതിറേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പ്രതികരിക്കുന്ന സ്ത്രീകളാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നമായിട്ട്. പ്രതികരിക്കുന്ന സ്ത്രീകൾ അവരുടെ കണ്ണിലെ കരടാണ്. പ്രതികരിക്കുന്ന സ്ത്രീകളെന്നല്ല, പ്രതികരിക്കുന്ന ഓരോ വ്യക്തിയും.